CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പെരിന്തൽമണ്ണയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിലയിരുത്താൻ ജില്ലാ കളക്ടർ VR വിനോദ് സന്ദർശനം നടത്തി. ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തിലേക്ക് വോട്ടിംഗ് സാമഗ്രികൾ ബോയ്സ് സ്കൂളിലും നഗരസഭയിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ ഗേൾസ് സ്കൂളിലുമാണ് വിതരണം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയായി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലെയും പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി മലപ്പുറം ജില്ല പൂർണ്ണമായും സജ്ജമായി. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പിനായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചു കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. 7 ജില്ലകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ബുധനാഴ്ച രാവിലെ 8 മുതൽ വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 33 വാർഡുകളിലെ 33 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 4 കൗണ്ടറുകളിലായി തിരിച്ചാണ് ഉപകരണവും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തത്. ഓരോ ബൂത്തുകളിലേക്കുമുള്ള വാഹനങ്ങളും സജ്ജമാക്കിയിരുന്നു. വ്യാഴാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായാൽ ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച സ്ട്രോങ് റൂമിൽ പോലീസ് കാവലിൽ സൂക്ഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർ KB മനോജ് കുമാർ പറഞ്ഞു. തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഇലക്ഷനിലേക്കുള്ള ബൂത്തിലേക്ക് ആവശ്യമായ സാമഗ്രികളാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് 33 വാർഡുകളാണ് ഉള്ളത്. അതിലേക്കുള്ള സാമഗ്രികളാണ് ഇവിടെ നിന്ന് കൊടുത്തു വിടുന്നത്. EVM മെഷീൻ, വോട്ടിംഗ് മെഷീനും അതിനനുസരിച്ച് വോട്ടർ പട്ടിക അങ്ങനെ തുടങ്ങിയ സാമഗ്രികളാണ് കൊടുത്തു വിടാനുള്ള അറേഞ്ച് ചെയ്യേണ്ടത്. 4 കൗണ്ടറുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെ നമ്മൾ ഈ ബൂത്തുകളൊക്കെ സെറ്റായി നടക്കും. രാവിലെ മോക്കിംഗിന് ശേഷം കാര്യങ്ങൾ എങ്ങനെയാണത്? അതെ, അതപ്പം അവരുടെ ഉദ്യോഗസ്ഥന്മാർ എത്തിക്കഴിഞ്ഞാൽ അവരുടേതായ അറേഞ്ച്മെന്റുകൾ, റൂമുകൾ സെറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ മേശകൾ ഉണ്ടാക്കുക, പിന്നെ നാളേക്കുള്ള കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞ് നാളേക്കുള്ള പോളിംഗ് ഏജന്റുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരിന്ന് രാത്രിയൊക്കെ ഇരുന്ന് ചെയ്യുക. നാളെ വോട്ടിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ, അതായത് 6 മണിക്ക് അവിടെ ഓടിയിട്ടാണ് മോക്ക് പോൾ തുടങ്ങുന്നത്. എല്ലാ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ടുകൾ മിനിമം എൻട്രി ചെയ്ത് കാണുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം. അതിനനുസരിച്ചുള്ള കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല, മിനിമം ഒരാണെങ്കിലും ഒരു സ്ഥാനാർത്ഥി കുത്തണം എന്നാണ് പറയണത്. അത് ഓക്കെ ആണെന്നുവെച്ചെങ്കിൽ മിഷൻ സീൽ ചെയ്തുകൊണ്ട് പിന്നെ 7 മണിക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിർദ്ദേശം തന്നിട്ടുള്ളത്. 470 പഞ്ചായത്തിലെ 9027 വാർഡിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തിലെ 1177 ഡിവിഷനിലേക്കും 7 ജില്ലാ പഞ്ചായത്തിലെ 182 ഡിവിഷനിലേക്കും 47 മുനിസിപ്പാലിറ്റിയിലെ 1834 ഡിവിഷനിലേക്കും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലായി 188 ഡിവിഷനിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ വ്യാഴാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേതനത്തോടെയുള്ള അവധിയും പ്രഖ്യാപിച്ചു. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിലയിരുത്താൻ ജില്ലാ കളക്ടർ VR വിനോദ് സന്ദർശനം നടത്തി. ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തിലേക്ക് വോട്ടിംഗ് സാമഗ്രികൾ ബോയ്സ് സ്കൂളിലും നഗരസഭയിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ ഗേൾസ് സ്കൂളിലുമാണ് വിതരണം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 4343 ബൂത്തുകളിലാണ് പോളിംഗ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വോട്ട് ചെയ്യുന്നവർക്ക്
3 വോട്ട് ചെയ്യേണ്ടി വരും. ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്കും. മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് ചെയ്യുന്നവർക്ക് 1 വോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ വോട്ട് ചെയ്യുന്നവർക്ക് ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വോട്ട് ചെയ്യണ്ട എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇന്ന് വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള വോട്ടിങ്ങിനുള്ള ഉപകരണങ്ങളുടെ വിതരണം ആണ് ഇന്നിവിടെ നടക്കുന്നത്. അത് ഉച്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനിലെത്തും. പോളിംഗിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യും. സമാധാനപരമായി പോളിംഗ് നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥന, പരമാവധി പേർ യാതൊരു ഭയാശങ്കയും ഇല്ലാതെ വന്ന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. തഹസിൽദാർ എ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ എന്നിവർ കളക്ടറോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പോളിംഗ് കഴിഞ്ഞ് നാളെ ഏകദേശം 7 മണിയോടുകൂടി സ്വീകരിക്കല് പോളിംഗ് സാമഗ്രികൾ തിരിച്ച് സ്വീകരിക്കും. അത് നാളെ വൈകിട്ടോടുകൂടി ഇവിടുത്തെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുകയും 13-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി നമ്മൾ ഇവിടെ തന്നെയുള്ള ഈ സ്കൂളിൽ തന്നെ 8 കൗണ്ടറുകളിലായി കൗണ്ടിംഗ് വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കാര്യങ്ങളെല്ലാം വളരെ സുഗമമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 37 വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. പെരിന്തൽമണ്ണ GVHS സ്കൂളിലാണ് വിതരണ കേന്ദ്രവും എണ്ണൽ കേന്ദ്രവും. വാർഡ് 1 മുതൽ 18 വരെ ജില്ലാ വ്യവസായ ഓഫീസ് ജനറൽ മാനേജർ ഗിരീഷ് എമ്മിനാണ് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതല. വാർഡ് 18 മുതൽ 37 വരെ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കവിതയ്ക്കാണ് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതല. 37 വാർഡുകളാണുള്ളത്. അതിൽ 38 ബൂത്തുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ പോളിംഗ് പാർട്ടികളും പോളിംഗ് സാമഗ്രികളുമായിട്ട് പ്രസ്തുത പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്ടറൽ ഓഫീസേഴ്സ് ബന്ധപ്പെട്ട റൂട്ട് ഓഫീസർമാരുമായിട്ടാണ് ബന്ധപ്പെട്ട പോളിംഗ് ടീമുകൾ കൃത്യമായിട്ട് അവരുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. ഇതേ വിതരണ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും അടുത്ത ദിവസം കളക്ഷനും നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും സുഗമമായിട്ടുള്ള പോളിംഗിന് ആവശ്യമായിട്ടുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇവർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയായി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലെയും പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് സാമഗ്രി വിതരണത്തിനും സ്വീകരണത്തിനുമുള്ള പ്രധാന കേന്ദ്രം. ഇവിടെ ഓരോ ഗ്രാമപഞ്ചായത്തിനുമായി ഒരു സ്ട്രോങ് റൂം വീതം ആകെ 6 സ്ട്രോങ് റൂമുകളും 18 വിതരണ കൗണ്ടറുകളുമാണ് സജ്ജീകരിച്ചത്. റൂട്ട് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ പോളിംഗ് ടീമിനെ ബൂത്തുകളിൽ എത്തിക്കുന്നതും തിരിച്ചെത്തിക്കുന്നതും കൃത്യമായി ഏകോപിപ്പിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലായി 160 ബൂത്തുകളിലാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ് അസിസ്റ്റന്റുമാരുൾപ്പെടെ 628 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് ചുമതലകൾക്കായി നിയോഗിച്ചത്. നല്ല രീതിയിൽ പോളിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കാരാകുർശി, കടമ്പഴിപ്പുറം, വെള്ളിനേഴി, പൂക്കോട്ടുകാവ് എന്നിവിടങ്ങളിലെ വിവിധ ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 6 പ്രശ്നബാധിത ബൂത്തുകളാണ് ബ്ലോക്ക് പരിധിയിലുള്ളത്. ഇതിൽ 5 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തി. ആവശ്യാനുസരണമുള്ള സുരക്ഷാ ടീം ഇവിടെ സജ്ജമാണെന്നും വിദ്യാലയങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും റിട്ടേണിംഗ് ഓഫീസർ ശ്രീഹരി അറിയിച്ചു. ഇവിടെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ട്രോങ് റൂം അടക്കം ഓരോ ഗ്രാമപഞ്ചായത്തിനും ഒരു സ്ട്രോങ് റൂം വീതം 6 സ്ട്രോങ് റൂമുകളും 18 വിതരണ കേന്ദ്രങ്ങളുമാണ്, വിതരണ കൗണ്ടറുകളുമാണ് ഇവിടെ നമ്മൾ സജ്ജരാക്കിയിട്ടുള്ളത്. 18 വിതരണ കൗണ്ടറുകൾ, കൂടുതൽ വാർഡുകളുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ കൗണ്ടറുകൾ എന്നുള്ള രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിതരണം സുഗമമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് പോളിംഗ് ടീമിന് ആവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും, റിഫ്രഷ്മെൻറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം റൂട്ട് ഓഫീസർമാരെ കൃത്യമായിട്ട് വാഹനങ്ങൾ വഴി ഇവരെ ബൂത്തുകളിൽ എത്തിക്കും. അതിനുശേഷം നാളെ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കാനും കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. മെഷീൻ തകരാർ വന്നാൽ ഉടനടി ക്രമീകരിക്കാൻ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ബൂത്തുകളിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതത് പഞ്ചായത്ത് സെക്രട്ടറിമാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പരിധിയിലെ കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, വെള്ളിനേഴി, പൂക്കോട്ടുകാവ്, കാരാകുർശി എന്നീ 6 പഞ്ചായത്തുകളിലും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണ സജ്ജമാണ്. CCN കടമ്പഴിപ്പുറം. നിലമ്പൂർ നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നു. മലപ്പുറം ജില്ലയിൽ ആകെ 4343 പോളിംഗ് സ്റ്റേഷനുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്.
സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 277 സെൻസിറ്റീവ്, 18 ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകൾ ഉൾപ്പെടെ 203 ലൊക്കേഷനുകളിലെ 295 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. മലപ്പുറം ജില്ലയിലാകെ 15,260 ബാലറ്റ് യൂണിറ്റുകളും 5,600 കൺട്രോൾ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. നഗരസഭയിൽ ഒരു ബാലറ്റ് യൂണിറ്റും ഗ്രാമപഞ്ചായത്തുകളിൽ 3 ബാലറ്റ് യൂണിറ്റുകളുമാണ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ സജ്ജീകരിക്കുക. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 14,490 ബാലറ്റ് യൂണിറ്റുകളും 4,830 കൺട്രോൾ യൂണിറ്റുകളും മുനിസിപ്പാലിറ്റിയിൽ 770 വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കുമെന്നും അധികൃതർ അറിയിച്ചു. CCN മലപ്പുറം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി മലപ്പുറം ജില്ല പൂർണ്ണമായും സജ്ജമായി. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പിനായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചു കഴിഞ്ഞു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി 4,343 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 3,777 നഗരസഭകളിൽ 566 ബൂത്തുകൾ ഉൾപ്പെടുന്നു. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭകളിലുമായി തയ്യാറാക്കിയ 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾ വഴിയാണ് പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. ഓരോ പോളിംഗ് ബൂത്തിലേക്കും കൃത്യം 71 ഇനം സാമഗ്രികളാണ് നൽകിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നിവയ്ക്ക് പുറമെ സ്ട്രിപ്പ് സീൽ, ഗ്രീൻ പേപ്പർ സീൽ, സ്പെഷ്യൽ ടാഗ് തുടങ്ങിയ സീലിംഗ് വസ്തുക്കൾ, പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ മെറ്റൽ സീൽ, റബ്ബർ സീൽ, ആരോ ക്രോസ് മാർക്ക് സീൽ, ഡിസ്റ്റിങ്ഷൻ മാർക്ക് സ്റ്റീൽ തുടങ്ങിയ വിവിധ സീലുകൾ എന്നിവയും കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CCN മലപ്പുറം. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 16ാം വാർഡായ ചത്തല്ലൂർ കാവുവട്ടം വാർഡിൽ വാശിയേറിയ ത്രികോണ മത്സരം. കോൺഗ്രസ്, CPM, BJP മുന്നണികളെ പ്രതിനിധീകരിച്ച് ശക്തരായ സ്ഥാനാർത്ഥികളാണ് കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി റിട്ടയർഡ് അധ്യാപകനായ VD മണികണ്ഠനാണ് ജനവിധി തേടുന്നത്. BJPയുടെ C രാമകൃഷ്ണനും CPMന്റെ രതീഷ് പൊത്തിരത്തും ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പൂവത്താണി സ്കൂളിലെ അധ്യാപകനായും പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ച മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ്, ചത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, KPSTA വിവിധ സംസ്ഥാന ജില്ലാതല പദവികൾ, നിലവിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി, തച്ചനാട്ടുകര റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ത്രികോണ മത്സരം ശക്തമാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തോടെ പഞ്ചായത്ത് ഭരണം വീണ്ടും ഏറ്റെടുക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് UDF നേതൃത്വം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് CPMനും CPIക്കും ഒക്കെ ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ ധൈര്യമില്ലാത്ത വിധത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ അവരത്രമാത്രം പുറകോട്ട് പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 18 വാർഡുകളിൽ 5 or 6 വാർഡുകൾ മാത്രം ചിഹ്നത്തിൽ മത്സരിക്കാവുന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് അവർക്കുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം UDF സലീം മാഷ് നേതൃത്വത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താൻ കഴിയാത്ത പ്രതിപക്ഷമാണ് തച്ചനാട്ടുകര പഞ്ചായത്തിലുള്ളത്. ഇതുവരെ ഒരു കാര്യപ്പെട്ട സമരം പോലും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF വലിയ വിജയപ്രതീക്ഷയിലും വലിയ ശുഭപ്രതീക്ഷയിലുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CCN ചത്തല്ലൂർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7ാം വാർഡായ കുണ്ടൂർക്കുന്ന് ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വാർഡിൽ 3 മുന്നണികളെ പ്രതിനിധീകരിച്ചും പ്രമുഖരാണ് മത്സരിക്കുന്നത്. UDFനായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ മുരളീകൃഷ്ണൻ മത്സരിക്കുമ്പോൾ CPMന്റെ സ്ഥാനാർത്ഥിയായി AK വിനോദും BJPക്ക് വേണ്ടി സുരേഷ് ബാബുവും കടുത്ത പോരാട്ടത്തിലാണ്. ഇത്തവണയാണ് മുരളീകൃഷ്ണൻ ആദ്യമായി വാർഡിലേക്ക് മത്സരിക്കുന്നതെങ്കിലും 1/4 നൂറ്റാണ്ടായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. നിലവിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ ഇദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി ചത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പദവിയും വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുരളീകൃഷ്ണന്റെ ഭാര്യയായ ബീനയായിരുന്നു വാർഡിലെ സ്ഥാനാർത്ഥി. എന്നാൽ ഇത്തവണ വാർഡ് ജനറൽ വിഭാഗമായതോടെയാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. വാർഡിലെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തകർക്കൊപ്പം എത്തി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് തിരിഞ്ഞു. UDF പ്രവർത്തകരായ ശൈല ചന്ദ്രൻ, അബ്ദുൽ കരീം, സുരേഷ്, സുനിൽ എന്നിവർക്കൊപ്പം ജില്ലാ ബ്ലോക്ക് തല സ്ഥാനാർത്ഥികളും കുണ്ടൂർക്കുന്നിലെത്തി മുരളീകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. CCN ചത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്തിലെ തെക്കുമുറി വാർഡിൽ പരസ്യപ്രചാരണം അവസാനിച്ചതോടെ മുന്നണികൾ ശുഭപ്രതീക്ഷയിലാണ്. UDF, BJP, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നിവരാണ് വാർഡിൽ മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 കൂട്ടരും വാർഡിൽ ശക്തമായ പ്രചരണമാണ് നടത്തിയത്.
കഴിഞ്ഞ 20 വർഷമായി UDF ഭരണത്തിലുള്ള വാർഡാണ് തെക്കുമുറി. നിലവിലെ തിരഞ്ഞെടുപ്പിൽ യുവ നേതാവായ സതീശൻ ഊരക്കാടാണ് കോൺഗ്രസിനായി ജനവിധി തേടുന്നത്. LDF ആകട്ടെ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അബ്ദുൽ മജീദിനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന മജീദ് വാർഡിൽ നടപ്പാക്കേണ്ട നിരവധി വികസന പദ്ധതികൾ മുൻനിർത്തിയാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. വാർഡിലെ യുവ നേതാവായ ശ്രീജിത്താണ് BJPയുടെ സ്ഥാനാർത്ഥി. വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന ചിന്താഗതിയുമായിട്ടാണ് ശ്രീജിത്ത് വോട്ട് തേടുന്നത്. അതോടൊപ്പം കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നത്. UDF കഴിഞ്ഞ വർഷങ്ങളിൽ വാർഡിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത്. അതേസമയം LDF കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. മുന്നണി സ്ഥാനാർത്ഥികളുടെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർഡിൽ പര്യടനം നടത്തി പിന്തുണ ഉറപ്പാക്കി. CCN ചത്തല്ലൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF പൂക്കോട്ടുകാവ് പഞ്ചായത്ത് റാലി കല്ലുവഴിയിൽ നടന്നു. റാലി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണ സാരഥ്യം വഹിക്കുന്നു. അതുകൊണ്ടുള്ള നേട്ടം എന്താ അറിയൂ? ഞാനിപ്പോൾ ജയദേവനോട് ചോദിച്ചു, ലൈഫിൽ എത്ര വീട് ഇവിടെ കൊടുക്കാൻ കഴിയും? ഏതാണ്ട് 500-നടുത്ത് വീടുകൾ, 450-ൽ പരം വീടുകൾ കൊടുത്തു എന്നാണ്. യോഗത്തിൽ അനിത അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായ K പ്രേംകുമാർ, CPI ജില്ലാ കൌൺസിൽ അംഗം P നൌഷാദ്, CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, AK ശീലാദേവി, പ്രമീള, രാജഗോപാൽ, സുനിൽകുമാർ, അശോക് കുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഒപ്പുണ്ടെങ്കിൽ മാത്രം വോട്ട്. ചരിത്രം തിരുത്തി കിഫയുടെ പഞ്ചായത്ത് ഇലക്ഷൻ ക്യാമ്പയിൻ. വന്യമൃഗശല്യത്തിനെതിരെ ഒപ്പിട്ട് നൽകുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂവെന്ന് കിഫ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ഒപ്പമെങ്കിൽ ഇനി വോട്ടില്ല, ഏതു പാർട്ടിയായാലും കർഷകന് ഒപ്പമെങ്കിൽ മാത്രം വോട്ട് എന്ന ബോർഡുകളാണ് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യത്തിനെതിരെ കർഷകാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് രേഖാമൂലം ഒപ്പിട്ട് തരുന്നവർക്ക് മാത്രമേ വോട്ടുള്ളൂ എന്ന് കിഫയുടെ സംസ്ഥാനതല ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ഒപ്പമെങ്കിൽ ഇനി വോട്ടില്ല, ഏത് പാർട്ടിയായാലും കർഷകനൊപ്പമെങ്കിൽ മാത്രം വോട്ട് എന്ന ബോർഡുകളാണ് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയോടുനീളം സ്ഥാപിച്ചത്. സ്വന്തം കൃഷിയിടത്തിലെത്തുന്ന വന്യമൃഗത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന്യമൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 11 സെക്ഷൻ 11(2) പ്രകാരമുള്ള സെൽഫ് ഡിഫൻസ് പരിരക്ഷ കർഷകൻ ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്നുള്ള സത്യപ്രസ്താവനയും വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്ന എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളിൽ ഒപ്പിട്ട് വാങ്ങുന്ന ഈ ക്യാമ്പയിൻ വിവിധ മുന്നണികളുടെ 100 കണക്കിന് സ്ഥാനാർത്ഥികൾ ഇതുവരെ ഒപ്പിട്ട് കഴിഞ്ഞു. ക്യാമ്പയിനിൽ വിവിധ മുന്നണികളിലെ 100 കണക്കിന് സ്ഥാനാർത്ഥികൾ ഇതുവരെ ഒപ്പിട്ടു കഴിഞ്ഞതായും കിഫ ഭാരവാഹികളായ മാത്യു സെബാസ്റ്റ്യൻ, ജോർജ് കെ, ലിജോ വി ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN മലപ്പുറം. LDFും UDFും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് BJP പാലക്കാട് മേഖലാ പ്രസിഡന്റ് KK സുരേന്ദ്രൻ. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ജമാഅത്ത് ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനം UDFിനോടൊപ്പം ഒപ്പമാണെന്ന് പറയുന്ന പരിഹാസ്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. CPMും UDFും പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുകയാണ്. പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ വിരുദ്ധ വികാരവും നിലനിൽക്കുകയാണ്. ഈ രണ്ട് മുന്നണിക്കും ജനപിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുകൂടിക്കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമെന്ന വ്യാമോഹത്തോടു കൂടിയാണ് ഇപ്പൊ അവര് ഈ രണ്ട് മുന്നണികളും രണ്ട് തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും നിലനിൽക്കുന്നതിലൂടെ രണ്ട് മുന്നണികൾക്കും ജനപിന്തുണ നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളതെന്നും ഇതിനെ മറികടക്കാനാണ് ഇരു മുന്നണികളും തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനുമൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം ആരോപിച്ചു. CCN
മലപ്പുറം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 16-ാം വാർഡ് തെക്കേപ്പുറം തിരിച്ചുപിടിക്കാനായി UDF ശക്തമായ പ്രചാരണവുമായി രംഗത്ത്. കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന വാർഡാണിത്. വാർഡ് തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി UDF കോണി ചിഹ്നത്തിൽ ഷെഫീഖ് തെക്കേപ്പുറത്തിനെയാണ് മത്സരത്തിനിറക്കിയിരിക്കുന്നത്. വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ LDF ഭരണസമിതി പരാജയപ്പെട്ടുവെന്നാണ് UDF പ്രധാനമായും ആരോപിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് CPM ഈ നാട്ടുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, വികസനത്തിന്റെ മുരടിപ്പ് മാറ്റിയെടുക്കുകയാണെന്ന് തന്നെയാണ് UDFന്റെ പ്രധാന അജണ്ട. വാർഡ് UDFന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് വികസനം മുരടിപ്പിച്ച ഈ തെക്കേപ്പുറം. കാരണം ഈ തെക്കേപ്പുറം എന്ന് പറയുന്നത് മറ്റു വാർഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആലിപ്പറമ്പ്, അമ്പലക്കുന്ന്, വായങ്കട, പാക്കത്ത്, ചിറക്കാട്ടുന്ന് ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറിക്കിടക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിന്റെ സകല മേഖലകളിലും വികസനമില്ലാത്തതുകൊണ്ടും സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു വീടുകൾ മൊത്തം ചോർന്നൊലിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. എന്താണ് വാർഡ് മെമ്പർമാർക്ക് ഇവിടെ പണി? ആ ശമ്പളം വാങ്ങുന്നതിന് പകരം ആ വാർഡ് മെമ്പർമാർക്ക് ഒരു അപേക്ഷ മാത്രം കൊടുത്താൽ വീട് റിപ്പയർ, പഞ്ചായത്ത് വളരെ രീതിയിൽ എത്ര ആളുകൾക്ക് വീട് റിപ്പയറിങ് കൊടുക്കുന്നുണ്ട്, ലൈഫിലൊക്കെ ഒരുപാട് വീട് കൊടുത്തിട്ടുണ്ട്. അത്ര പോലും ശ്രദ്ധിക്കുന്നില്ല. ഉറങ്ങാൻ വേണ്ടി മാത്രം 10 വർഷം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ സങ്കടം തന്നെയാണ്. അതിൽ മാറ്റം കുറിക്കുകയാണ് UDFന്റെ പ്രധാന അജണ്ട. മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ഷെഫീഖ്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വപ്നങ്ങൾ എന്താണോ അത് നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുത്തെ ജനങ്ങളായിട്ട് എന്നെ തിരഞ്ഞെടുത്തതാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവർക്ക് എല്ലാ വികസന കാര്യങ്ങളും എന്നിട്ട് കഴിയുന്നതും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. അവരുടെ സ്വപ്നങ്ങൾ എന്താണോ അതൊക്കെ നമുക്ക് കയ്യിൻ്റെ പരമാവധി നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മ ആഗ്രഹങ്ങൾ. CCN പെരിന്തൽമണ്ണ. തദ്ദേശ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആനമങ്ങാട് ഡിവിഷൻ കടുത്ത പോരാട്ടത്തിൽ. നിലവിൽ UDF വിജയിച്ചു വരുന്ന ഡിവിഷനാണ് ആനമങ്ങാട്. UDFനായി DCC ജനറൽ സെക്രട്ടറിയായ CK ഹാരിസ് ആണ് മത്സര രംഗത്തുള്ളത്. കന്നി അംഗത്തിനിറങ്ങുന്ന ഹാരിസ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകാൻ തനിക്ക് കഴിയുമെന്നും വിജയം ഉറപ്പാണെന്നും പ്രതികരിച്ചു. നമുക്കറിയാം, താഴേക്കോട് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് കൈവിട്ടു പോയതാണെങ്കിൽ ഇപ്രാവശ്യം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്ത് നൽകണമെന്ന ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി നിൽക്കുന്നതാണ് ഓരോ വാർഡുകളിൽ ചെല്ലുമ്പോഴുമുള്ള കാഴ്ച. നമുക്കറിയാം, ഹുസൈൻ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന കെൽപ്പുള്ള നേതാക്കന്മാരെയാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഞാൻ മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. AK മുസ്തഫ സാഹിബ് പ്രസിഡന്റായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധിയായ വികസന പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഞാനും വരുന്നത്. ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് ഐക്യജനാധിപത്യ മുന്നണിയെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDFനായി CPIM നേതാവും മുൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വള്ളൂരാൻ ഹനീഫയാണ് മത്സര രംഗത്ത്. ഡിവിഷനിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തനിക്ക് കഴിയുമെന്നും വള്ളൂരാൻ ഹനീഫ പറഞ്ഞു. അപ്പോൾ ആ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകണം, എങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ള ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക, അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നു. ആ രീതിയിൽ ജനങ്ങളുടെ പ്രവർത്തനം, ജനങ്ങൾ നമ്മളോട് ഇടപഴകുന്നത് നല്ല രീതിയിലാണ്. കാരണം അവർക്ക് ഒരു താല്പര്യമുണ്ട്. പല മേഖലയിലും പോകുമ്പോൾ കഴിഞ്ഞ കാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇന്നലെ ഒരു പൊതുയോഗവുമായി ബന്ധപ്പെട്ട് അരക്കുറമ്പ് മേഖലയിൽ പോയപ്പോൾ അവിടെ ഇത് തന്നെയാണ് ചർച്ച. കാരണം വേറൊരു രസകരമായ കാര്യം കൂടെ ഉണ്ടായത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുപോയ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ അതിനുശേഷം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാതിയൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലേക്ക് പോവുകയാണ്. ഒരു ജനകീയ സ്വഭാവത്തിൽ നിന്നും മാറി വോട്ട് വാങ്ങി ആ സ്ഥാനമാനത്തേക്ക് എത്തുകയും പിന്നെ അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനൊക്കെ എല്ലാവരും വലിയ മാറ്റമാവും ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. CCN പെരിന്തൽമണ്ണ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ താഴേക്കോട് പഞ്ചായത്തിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ UDFൽ നിന്ന് LDF പിടിച്ചെടുത്ത പഞ്ചായത്ത് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നാണ് UDF നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ UDF നേതാക്കൾ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ടുകളാണ് താഴേക്കോട് പഞ്ചായത്തിൽ ലാപ്സാക്കിയതെന്നും പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിന് ഇത് തെളിവാണെന്നും അവർ ആരോപിച്ചു. പഞ്ചായത്ത് UDFന്റെ നേതാക്കന്മാർ ഇതിനകം 24 വാർഡുകളിലും സന്ദർശനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കാണാൻ കഴിയുന്ന പ്രതികരണം വളരെ അനുകൂലമായിട്ടാണ്. താഴേക്കോട് പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDFന്റെ വികസന മുരടിപ്പ് ഇനി ഒരു കാരണവശാലും താഴേക്കോട് പഞ്ചായത്തിൽ വരാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ശക്തമായ പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഡിസംബർ 13 അത് താഴേക്കോട് പഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിലയിരുത്തൽ കൂടിയായിരിക്കുമെന്നും താഴേക്കോട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയം UDFന് അനുകൂലമായിരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിലെ 1 മുതൽ 24 കൂടിയ എല്ലാ വാർഡുകളിലും തീപ്പാറിയ മത്സരങ്ങളാണ് നടക്കുന്നത്. താഴേക്കോട് പഞ്ചായത്തിൽ UDF അധികാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം UDFന് 50-ൽ താഴെ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട 7 വാർഡുകളുണ്ട്. ആ വാർഡുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് തീർച്ചയായും UDF അധികാരത്തിൽ വരും. CCN പെരിന്തൽമണ്ണ. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ ഇത്തവണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ താഴേക്കോട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയായാണ് അവർ ജനവിധി തേടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം താഴേക്കോട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് സോഫിയ വോട്ടർമാർക്കിടയിൽ സജീവമാകുന്നത്. വാർഡുതല പര്യടനത്തിന്റെ ഭാഗമായി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് പൂവത്താണി LDF സ്ഥാനാർത്ഥി നാലകത്ത് നാസറിനൊപ്പമാണ് സോഫിയ പൂവത്താണിയിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചത്. 3 വോട്ടുകൾ ജനങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഈ 3 വോട്ട് എന്തിനാണ് ചെയ്യണമെന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കില്ല. ഒരു വോട്ട് നമ്മൾ പഞ്ചായത്തിനാണ്, അതിനൊരു മെമ്പർ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ബ്ലോക്കിനൊരു മെമ്പർ ഉണ്ടാവും, ജില്ലാ പഞ്ചായത്തിനൊരു മെമ്പർ ഉണ്ടാവും. അവർക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്കൊന്ന് ബോധ്യമാക്കി കൊടുക്കുക. നമ്മുടെ ഈ ലൈഫിൽ വീട് കൊടുത്തു എന്ന് പറഞ്ഞു, അതിന് നമ്മൾ പഞ്ചായത്ത് കൊടുക്കുന്ന ഫണ്ടിലെ 20,000 രൂപ ബ്ലോക്കിനും അതുപോലെ 20,000 രൂപ ജില്ലയ്ക്കും തരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അവർ സേഫായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പാരമ്പര്യമായിട്ട് ജയിച്ചു പോവാണ്, ചിഹ്നം നോക്കും, ആളുകൾ അതിലേക്ക് വോട്ട് ചെയ്യും, അവർ ജയിച്ചു പോയി വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും നമുക്ക് എന്താണ് ഒരു ബ്ലോക്കിന്റെ കടമ എന്നുള്ളത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി സ്ഥാനം ഏറ്റെടുത്തതും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത്. ഈ വാർഡിൽ വിജയം ഉറപ്പാണെന്നും താഴേക്കോട് പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തുമെന്നും വാർഡ് സ്ഥാനാർത്ഥി നാലകത്ത് നാസർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വീട്, തൊഴില്, കുടിവെള്ളം, അതുപോലെ ഏറ്റവും മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ പരിമിതികളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാടാണ് താഴേക്കോട് LDFനുള്ളത്. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണയോടുകൂടി അത് സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ ജനങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ ഇടതുപക്ഷത്തിലാണ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മികച്ച വിജയം ഇടതുപക്ഷത്തിന് കൈവരിക്കാനാകും. ജനങ്ങൾ ആ കാര്യത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പെരിന്തൽമണ്ണയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിലയിരുത്താൻ ജില്ലാ കളക്ടർ VR വിനോദ് സന്ദർശനം നടത്തി. ബ്ലോക്ക് പരിധിയിലുള്ള പഞ്ചായത്തിലേക്ക് വോട്ടിംഗ് സാമഗ്രികൾ ബോയ്സ് സ്കൂളിലും നഗരസഭയിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ ഗേൾസ് സ്കൂളിലുമാണ് വിതരണം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയായി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലെയും പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി മലപ്പുറം ജില്ല പൂർണ്ണമായും സജ്ജമായി. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പിനായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചു കഴിഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.